വെൽക്കം ടു അത്തരാശി ഹിനോഡെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമുക്ക് 7th ഗ്രേഡ് CBSE NCERT മാത്സ് എക്സസൈസ് 9.2-ലെ 10th ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം എ സർക്കുലർ കാർഡ് ഷീറ്റ് ഓഫ് റേഡിയസ് 14 cm, two circles of radius 3.5 cm and a rectangle of length 3 cm and breadth 1 cm are removed. Find the area of the remaining sheet. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 14 സെൻറ്റിമീറ്റേഴ്സ് റേഡിയസ് ഉള്ള ഒരു സർക്കുലർ കാർഡ് ഷീറ്റ് ഉണ്ട്. പിന്നെ 3.5 സെൻറ്റിമീറ്റേഴ്സ് റേഡിയസ് ഉള്ള രണ്ട് സർക്കിൾസും. അതുകൂടാതെ ഒരു ഷേപ്പ് കൂടെ ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ. അതിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റേഴ്സാണ്, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഈ രണ്ട് ചെറിയ സർക്കിൾസും ഈ റെക്റ്റാങ്കിളും റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും അല്ലേ? അതായത് ഈ വലിയ സർക്കിളിൽ നിന്ന് ഈ 3 ഷേപ്പും റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പാണിത്. ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ഷേപ്പിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് πr² എന്ന ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം πr² എന്നത് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. പക്ഷേ ഇവിടെ ഈ സർക്കിളിൽ ഇൻറ്റീരിയർ പാർട്സ് കുറച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ഈ എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ ചെയ്തത് ഓർമ്മയുണ്ടോ? 5th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. 5th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫ്രം എ സർക്കുലർ ഷീറ്റ് ഓഫ് റേഡിയസ് 4 cm, എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ഈസ് റിമൂവ്ഡ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റിമൈനിങ് ഷീറ്റ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിച്ചത്? ഇവിടെ നമ്മൾ ആദ്യം വലിയ ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അതിനുശേഷം ചെറിയ ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. എന്നിട്ട് റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയ കിട്ടാൻ വലിയ ഷീറ്റിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ ഷീറ്റിൻ്റെ ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അതിന് ആദ്യം നമുക്ക് ഈ വലിയ സർക്കുലർ കാർഡ് ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയ കിട്ടാൻ ഈ വലിയ സർക്കുലർ കാർഡ് ഷീറ്റിൻ്റെ ഏരിയയിൽ നിന്ന് ഈ 3 ഫിഗേഴ്സിൻ്റെയും ഏരിയ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ വലിയ സർക്കുലർ കാർഡ് ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം റേഡിയസ് ഓഫ് ദ സർക്കുലർ കാർഡ് ഷീറ്റ് ഈക്വൽ ടു എത്രയാ റേഡിയസ്? 14 സെൻറ്റിമീറ്റേഴ്സ്. ഇനി എന്തെഴുതാം? നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കുലർ കാർഡ് ഷീറ്റ് ദറ്റ് ഈസ് ഈക്വൽ ടു ഏരിയയുടെ ഫോർമുല എന്താ? സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല πr². That is equal to pi into r into r. That is equal to pi എത്ര ഇവിടെ? 22/7. So 22/7 into r radius. Radius എത്രയാ? 14 centimeters. So 14 centimeters into 14 centimeters. ഇവിടെ നമുക്ക് ഈ 7നെയും 14നെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 divided by 7 it is 1. 14 divided by 7 it is 2. That is equal to 22 divided by 1 it is 22 into 2 centimeters into 14 centimeters. That is equal to 22 into 2 it is 44. So 44 centimeters into 14 centimeters. ഇനി നമുക്ക് 44ഉം 14ഉം മൾട്ടിപ്ലൈ ചെയ്യണം.
44 into 14. 4 4s are 16. 4 4s are 16 plus 1, 17. 1 into 4, 4. 1 into 4, 4. Adding 6, 1, 6. So that is equal to 616 centimeter into centimeter, centimeter square. അപ്പോൾ നമുക്കിവിടെ ഈ സർക്കുലർ കാർഡ് ഷീറ്റിൻ്റെ ഏരിയ എത്രയാ? 616 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തത് നമുക്ക് ചെറിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് ദ സ്മാളർ സർക്കിൾ ഈക്വൽ ടു റേഡിയസ് എത്രയാ? 3.5 സെൻറ്റിമീറ്റേഴ്സ്. Now, area of the smaller circle equal to formula എന്താ? pi r square. That is equal to pi into r into r. That is equal to pi നമുക്കറിയാം 22/7 into radius 3.5 centimeters into 3.5 centimeters. ഇനി ഇവിടെ നമുക്ക് 3.5 and 3.5 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 35 into 35 ചെയ്യാം. into 35 ചെയ്യുമ്പോൾ നമുക്ക് 1225 കിട്ടും. That is equal to 22/7 into 1225. ഇനി നമുക്കിവിടെ ഡെസിമൽ മാർക്ക് ചെയ്യണം. 3.5 ഡെസിമലിന് ശേഷം 1 ഡിജിറ്റ് ഉണ്ട്. അഗെയിൻ 3.5 1 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ്സ്. അപ്പോൾ ഫ്രം ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് കൗണ്ട് 1 2. ഇവിടെ ഡെസിമൽ ഇടാം. ഇനി നമുക്ക് 12.25നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12.25 ഡിവൈഡഡ് ബൈ 7. നമുക്കറിയാം 1 7s are 7. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 5 കിട്ടും. അടുത്തത് നമുക്ക് 2 ബ്രിങ് ഡൗൺ ചെയ്യണം. പക്ഷേ അതിന് മുൻപ് അവിടെ ഒരു ഡെസിമലുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ 1ന് ശേഷം ഒരു ഡെസിമൽ ഇടാം. ഇനി 2 ബ്രിങ് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ 52. നമുക്ക് എത്രയാ? 7 7s are 49. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ഇനി 5 ബ്രിങ് ഡൗൺ ചെയ്യാം. ഇപ്പോൾ 35. 5 7s are 35. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. So 22 into 1.75. ഇനി നമുക്ക് ഈ 22 1.75 മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമുക്ക് 175 into 22 ചെയ്യാം. അതിനുശേഷം ഡെസിമൽ ഇടാം. 175 into 22. 2 5s are 10. 2 7s are 14. 14 plus 1 15. 2 1s are 2. 2 plus 1 3. അടുത്തത് നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത്. 0 5 3 ആഡ് ചെയ്യുമ്പോൾ 0 5 8 3. സോ 22 into 175 equal to 3850. ഇനി നമുക്ക് ഡെസിമൽ ഇടണം. അപ്പോൾ ഇവിടെ 1.75 ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 ഇവിടെ ഡെസിമൽ ഇടാം. അപ്പോൾ സ്മാളർ സർക്കിളിൻ്റെ ഏരിയ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എത്രയാണ്? 38.50 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഏത് ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനിവിടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത്
ഓഫ് ദ റെക്റ്റാങ്കിൾ ഈക്വൽ ടു എത്ര ലെങ്ത് 3 സെൻറ്റിമീറ്റേഴ്സ്. ബ്രെഡ്ത്ത് ഓഫ് ദ rectangle equal to 1 centimeter. Therefore, area of the rectangle equal to എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുക? എന്താ ഫോർമുല? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് എത്രയാ? 3 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു breadth 1 centimeter. That is equal to 3 into 1. That is 3 centimeter square. ഇപ്പോൾ നമ്മൾ ഈ ഓരോ ഷേപ്പിൻ്റെയും ഏരിയാസ് സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ റിമൈനിങ് ഷീറ്റ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? ഈ വലിയ സർക്കുലർ ഷീറ്റിൻ്റെ ഏരിയയിൽ നിന്ന് ഈ 3 ഫിഗേഴ്സിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദ റിമൈനിങ് ഷീറ്റ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സർക്കുലർ കാർഡ് ഷീറ്റ് മൈനസ്. ഇനി ഈ 3 ഷേപ്സിൻ്റെയും ഏരിയാസ് സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റായും സബ്ട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ 3 ഷേപ്സിൻ്റെ ഏരിയാസ് ആഡ് ചെയ്ത് ആ സമ്മിനെ വലിയ സർക്കുലർ കാർഡ് ഷീറ്റിൻ്റെ ഏരിയയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഞാനിവിടെ സെപ്പറേറ്റായാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ സർക്കിളിൻ്റെയും ഈ റെക്റ്റാങ്കിളിൻ്റെയും ഈ 3 ഏരിയാസും സബ്ട്രാക്ട് ചെയ്യണം. പക്ഷേ ഇവിടെ ഈ സർക്കിളിൻ്റെയും ഈ സർക്കിൾ, അതായത് 2 ചെറിയ സർക്കിൾസിൻ്റെയും ഏരിയാസ് സെയിം അല്ലേ? അപ്പോൾ നമുക്ക് സെപ്പറേറ്റായി സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യാം? ഒരു സർക്കിളിൻ്റെ ഏരിയ ഇൻറ്റു 2 എന്ന് ചെയ്താൽ നമുക്ക് ആ 2 സർക്കിളിൻ്റെയും ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ദ സർക്കുലർ കാർഡ് ഷീറ്റ് മൈനസ് 2 ഇൻറ്റു ഏരിയ ഓഫ് 1 circle minus area of the rectangle. Now, what is area of circular card sheet? That is 616 centimeter square. So we can write 616 centimeter square minus 2 into area of the circle. It is 38.5 centimeter square minus area of the rectangle. It is 3 centimeter square. That is equal to 616 centimeter square minus 2 into 38.5. അത് നമുക്കിവിടെ ചെയ്യണം. 385 into 2. അത് ചെയ്യുമ്പോൾ നമുക്ക് 770 കിട്ടും. ദാറ്റ് ഈസ് 770. ഇനി ഇവിടെ ഡെസിമൽ മാർക്ക് ചെയ്യാൻ ഡെസിമലിന് ശേഷം ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 പ്ലേസ് ലെഫ്റ്റിലോട്ട്. അപ്പോൾ ഡെസിമൽ ഇവിടെ വരും. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ മൈനസ് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്കിവിടെ ഈ 616ൽ നിന്ന് 77 സബ്ട്രാക്ട് ചെയ്യാം. അതിനുശേഷം അതിൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ 77ഉം 3യും രണ്ടിനും മൈനസ് സൈൻ അല്ലേ, അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത ശേഷം 616ൽ നിന്ന് ആ സം മൈനസ് ചെയ്യാം. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 616 സെൻറ്റിമീറ്റർ സ്ക്വയർ minus 77 plus 3 80 centimeter square. ഇനി നമുക്ക് 80യെ 616ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. 616 മൈനസ് 80. 6 minus 0 6
1 മൈനസ് 8 1 ചെറുതല്ലേ, അപ്പോൾ 6ൽ നിന്ന് ബോറോ ചെയ്യണം. അപ്പോൾ 6 5 ആവും. ഇവിടെ 11 കിട്ടും. അപ്പോൾ 11 മൈനസ് 8 എത്രയാ? 3 then 5. So that is equal to 536 centimeter square. That is area of the remaining sheet equal to 536 centimeter square. അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ഏരിയ ഓഫ് ദ റിമൈനിങ് ഷീറ്റ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സർക്കുലർ കാർഡ് ഷീറ്റ് മൈനസ്, ഇവിടെ ഇപ്പോൾ ഈ 3 ഷേപ്സിൻ്റെയും ഏരിയാസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിലിടണം. ഇവിടെ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ അത് റെക്റ്റാങ്കിളുടെ ഏരിയ ആണ്. ഇത് ഒരു സർക്കിളിൻ്റെ സ്മാളർ സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ 2 സർക്കിൾസിൻ്റെ ഏരിയ കിട്ടാൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 77 കിട്ടും. 77 പ്ലസ് 3 അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 80 കിട്ടും. പിന്നെ നമുക്ക് 616ൽ നിന്ന് 80 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 536 കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.